വന്യമൃഗശല്യം അതിരൂക്ഷമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പിന്നോക്ക ജില്ലകളിലൊന്നായ വയനാട് ഇപ്പോൾ ഇന്ത്യയിലെ 112 ആസ്പിരേഷൻ ജില്ലകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോഴും അവിടെയുള്ള ആദിവാസികളെയും ദുർബല വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ കർഷകരുടെയും ജീവനോപാധികളായ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വന്യമൃഗശല്യം രൂക്ഷമായതുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് അധികാരികളുടെ ഭാഗത്തു നിന്നും സത്വരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ ബലമായ സംശയം ഒരു സ്ഥലത്തു നിന്ന് പിടിക്കുന്ന കടുവയെ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുവിട്ട് കടുവകളുടെ നമ്പർ കൂടുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാച്ചുറലായി വനങ്ങളിൽ കടുവയുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സത്വരമായ നടപടി ഉണ്ടാകണമെന്ന് വയനാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ കർഷകരുടെ ജീവനോപാധിയാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി ചെയ്ത് ജീവിക്കുവാൻ സാധ്യമല്ലാത്ത വിധം അനേകം കർഷകർ ആത്മഹത്യയുടെ മുനമ്പിലാണ്. രണ്ടാമതായി കർഷകർ ഏറ്റെടുത്തതായിട്ടുള്ള ബാങ്ക് ലോണുകൾ പല കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ഭൂമി ജപ്തി ചെയ്യുവാനും അവരെ ദ്രോഹിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. കർഷകരുടെ കാർഷിക വിഭവങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുകയും കൃഷി ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും കർഷകരുടെ കടങ്ങൾക്ക് താൽക്കാലികമായി മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യേണ്ടതും സർക്കാരിൻ്റെ പ്രത്യേകമായ കടമയായി ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.